ഹലോ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ദിവസത്തെ കുറച്ച് ജോലികളും പിന്നെ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിരിക്കും. അപ്പോൾ എന്തായാലും മുഴുവനായിട്ട് കാണുക. പിന്നെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ ശരി, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് പുട്ടും പയറുമാണ് കേട്ടോ. കുറേ നാളുകളായിട്ട് നല്ല ബിസി ആയതുകൊണ്ട് പയറുണ്ടാക്കാൻ പോലും ഞാൻ മെനക്കെടാറുണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങനെ പയ്യെ പയ്യെ സെറ്റായി വരുമ്പോൾ നമ്മൾ ഓരോന്ന് ആഡ് ഓൺ ചെയ്യുമല്ലോ. അങ്ങനെ നമ്മുടെ പഴയ ബ്രേക്ക്ഫാസ്റ്റായ പുട്ടും പയറും വീണ്ടും ഉണ്ടാക്കിയെടുക്കുകയാണ്. പയർ കറിയൊന്നുമല്ല കേട്ടോ, ശരിക്കും മെഴുക്കുവരട്ടി പോലെ തന്നെ അത്യാവശ്യം കുഴഞ്ഞു പോവാതെ തന്നെ എടുക്കും. അതായത് ഒരു വിസിലൊക്കെ കൊടുത്താൽ മതി. പിന്നെ നമ്മൾ സാധാരണ സവാളയൊക്കെ വഴറ്റി ചില്ലി ഫ്ലേക്സൊക്കെ ആഡ് ചെയ്ത് വേപ്പിലയൊക്കെ ആഡ് ചെയ്ത് അതങ്ങ് ഒലത്തിയെടുക്കുകയാണ് ചെയ്യുക. ഇനി അടുത്തൊരു കാര്യം മുട്ട പുഴുങ്ങുക എന്നുള്ളതാണ്. നമ്മുടെ വെക്കേഷൻ ടൈമിൽ സ്റ്റാർട്ട് ചെയ്തൊരു ഹാബിറ്റാണ് രാവിലെ ഒരു മുട്ട പുഴുങ്ങി എല്ലാവരും കഴിക്കുക എന്നുള്ളത്. ആദ്യമൊക്കെ കുട്ടികൾക്ക് വലിയ മടിയായിരുന്നു കേട്ടോ. പിന്നെ വെക്കേഷനിൽ അത് കഴിച്ച് ഇപ്പം എല്ലാവരും രാവിലെ ഒരു മുട്ട വെച്ചിട്ട് കഴിക്കുക എന്നുള്ളത് ഒരു ഹാബിറ്റായി മാറി. അതൊരു നല്ല ഹാബിറ്റായിട്ട് ആണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം എല്ലാവർക്കും ആവശ്യത്തിനുള്ളൊരു പ്രോട്ടീൻ രാവിലെ തന്നെ കിട്ടുമല്ലോ. ശരിക്കും പറഞ്ഞാൽ ഒരു വർക്കിങ്ങിലോട്ട് കടന്നപ്പോഴാണ് നമുക്ക് ശരിക്കും സമയത്തിൻ്റെ ഇമ്പോർട്ടൻസ് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നത്. ഞാനൊരു 10 years ഗ്യാപ്പിന് ശേഷമാണ് വർക്ക് ചെയ്യുന്നത്. മുന്നേ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിലും പിന്നെ നല്ലൊരു ബ്രേക്കിന് ശേഷമാണ് വീണ്ടും വർക്കിലോട്ട് കടക്കുന്നത്. ഇത് വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് തന്നെ ഒത്തിരി ഫ്ലെക്സിബിലിറ്റി ഉള്ള ഒരു ജോബാണ്. എങ്കിൽ കൂടിയും നമുക്ക് ചില സമയങ്ങളിൽ ഒരുപാട് നേരം വർക്ക് ചെയ്യേണ്ട ആവശ്യം വരും. പിന്നെ നമുക്ക് 9 തുടങ്ങിയാൽ 5 അതിൻ്റെ ഇടയിൽ നമുക്ക് സമയം കിട്ടുമെങ്കിലും നമ്മളെപ്പോഴും നമ്മൾ തീർക്കേണ്ട വർക്കിനെ കുറിച്ച് നമ്മൾ ബോധേർഡായിരിക്കും. അപ്പം നമുക്ക് ഫുള്ളി നമ്മുടെ വീട്ടുജോലികളിൽ ഇൻവോൾവ് ആവാൻ കുറച്ച് ബുദ്ധിമുട്ട് വരും. അപ്പം ഇങ്ങനെ വരുന്ന സമയത്തൊക്കെ ശരിക്കും നമ്മളെ ടൈം മാനേജ്മെൻ്റ് ആണ് നമ്മളെ ഹെൽപ്പ് ചെയ്യുക. അതിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്ന സമയം ഒന്ന് ഫിക്സ് ചെയ്യുക. പലപ്പോഴും പല സമയത്ത് എഴുന്നേൽക്കുന്നത് ശരിക്കും ബോഡി റിതം അതിനും നല്ലതല്ല. അപ്പോൾ കഴിയുന്നതും നമ്മൾ രാത്രി ഒരുപാട് വൈകി കിടക്കണില്ല എന്നുണ്ടെങ്കിൽ കഴിയണതും നമ്മൾ 5-ന് ശേഷം 5:30 അങ്ങനെ ഏതെങ്കിലും ഒരു സമയം, പിന്നെ നമ്മുടെ പണികളും അതൊക്കെ അനുസരിച്ചിട്ട് നമുക്ക് എത്ര സമയം ആവശ്യമുണ്ടെന്നനുസരിച്ച് നമ്മളൊരു ടൈം ഫിക്സ് ചെയ്യുക. ആ ഒരു ടൈം ഫിക്സ് ചെയ്താൽ തന്നെ നമുക്കൊരു വർക്കിംഗ് ഡേയിൽ നമുക്ക് എത്ര സമയം അവൈലബിൾ ആയിട്ടുണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും. ഇനി വർക്കിംഗ് അല്ലാത്തവർക്കാണെങ്കിലും അവരുടെ ജോലികൾക്കനുസരിച്ച് സമയം മാനേജ് ചെയ്യാൻ വേണ്ടിയിട്ട് നല്ലൊരു റുട്ടീൻ ഉണ്ടാക്കുമ്പോഴും നമുക്ക് നമ്മുടെ കയ്യിൽ എത്ര സമയമുണ്ടെന്ന് തിരിച്ചറിയുന്നത് ഒത്തിരി നമുക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യമാണ്. അപ്പോൾ ആ ഒരു ടൈം എപ്പോഴും ഫിക്സ് ചെയ്യാൻ വേണ്ടി നോക്കുക. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഒരു ടു ഡു ലിസ്റ്റ് എഴുതുക എന്നുള്ളത്. നമ്മുടെ കൂട്ടത്തിൽ എനിക്ക് തോന്നുന്നു പ്ലാനിങ് ഇഷ്ടമുള്ള ആൾക്കാരുണ്ട്, അതുപോലെ പ്ലാൻ ചെയ്യാതെ തന്നെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് ചെയ്യുന്നവരും ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ഒരു വർക്കിംഗ് ലേഡി ആണെങ്കിൽ മിക്കപ്പോഴും കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ അത് നല്ലപോലെ ഉപകാരപ്പെടും. വർക്കിംഗ് അല്ലാത്തവരാണെങ്കിലും നമുക്ക് സമയം കിട്ടിയാൽ തികയില്ല അല്ലേ. പല പല കാര്യങ്ങളും പല റെസ്പോൺസിബിലിറ്റീസുമാണ് അമ്മമാർക്കുള്ളത്. അപ്പോൾ കഴിയുന്നതും നമ്മൾ പ്ലാൻ ചെയ്ത് പോകുന്നതാണ് നല്ലത്. ഇപ്പോൾ എഴുതി വെച്ച് പ്ലാൻ ചെയ്യണമെന്നൊന്നുമില്ല. നമുക്ക് ഒരു നല്ലൊരു മെൻ്റൽ പ്ലാൻ ഉണ്ടെങ്കിൽ തന്നെ എല്ലാ കാര്യങ്ങളും ചെയ്തങ്ങ് പോകാൻ പറ്റും. അപ്പോൾ പക്ഷേ ഏറ്റവും ബെറ്റർ നമ്മളൊരു ടു ഡു ലിസ്റ്റ് ഉണ്ടാക്കുന്നതാണ്. അത് കഴിയുവാണെങ്കിൽ വൈകിട്ട് സമയം കിട്ടുവാണെങ്കിൽ തലേദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. അതല്ലെങ്കിൽ നമ്മൾ ഈ നേരത്തെ എഴുന്നേൽക്കുന്ന കൂട്ടത്തിൽ കുറച്ച് സമയം അതിന് വേണ്ടിയിട്ട് കണക്കാക്കുക. അപ്പോൾ നമ്മൾ വേക്കപ്പ് ടൈം ഫിക്സ് ചെയ്തിട്ട് നമ്മൾ അന്നന്ന് ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം തന്നെ എഴുതി വയ്ക്കാം. നമുക്ക് മെയിൻലി അന്നന്നത്തെ ഫുഡിൻ്റെ കാര്യങ്ങളുണ്ടാവും, പിന്നെ കുട്ടികളുടെ കാര്യങ്ങളുണ്ടാവും, പിന്നെ എന്താ പറയുക ക്ലീനിങ്ങിൻ്റെ എന്തെങ്കിലും കാര്യങ്ങൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, പ്ലാൻ ചെയ്ത് ക്ലീൻ ചെയ്യുന്നവരാണെങ്കിൽ. പിന്നെ നമുക്കിത് കൂടാതെ പുറത്ത് നമ്മൾ ചെയ്യേണ്ട മറ്റു കാര്യങ്ങളുണ്ടാവും, ബിൽസ് പേ ചെയ്യാനുണ്ടാവും, കുറേ അപ്പോയിൻമെൻറ്റ്സ് ഉണ്ടാവും. അപ്പോൾ അന്ന് ചെയ്യേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളൊന്ന് ലിസ്റ്റ് ചെയ്ത് വെക്കുക.
പിന്നെ അതിന് മുന്നേ തന്നെ നമുക്ക് എത്ര സമയം ജോലികൾക്ക് നമുക്ക് കൊടുക്കാനുണ്ട് എന്നും നമുക്കൊരു ഐഡിയ ഉണ്ടാവുമല്ലോ, അന്നന്നത്തെ വർക്ക് അനുസരിച്ച്. ഇപ്പോൾ കൃത്യമായ ഓഫീസ് ഡ്യൂട്ടി ഉള്ളവരാണെങ്കിൽ നമ്മൾ വീട്ടിൽ എത്ര സമയം ഉണ്ടാവും എന്ന് അറിയും. ഇപ്പോൾ എന്നെ പോലുള്ളവർക്കാണെങ്കിൽ ഫ്ലെക്സിബിളാണ്, ഓരോ ദിവസത്തെ വർക്ക് അനുസരിച്ചിട്ടാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയം. അപ്പം അതനുസരിച്ചും നമുക്കിത് വേരി ചെയ്യാൻ പറ്റും. ഇങ്ങനെ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള സമയത്തിൽ നമ്മൾ ചെയ്യേണ്ട ജോലികൾ ചെയ്ത് തീർക്കാൻ വേണ്ടി നോക്കുക. ഒരു ദിവസം കഴിയുമ്പോൾ അതുപോലെ തന്നെ നമുക്കൊരു റിലാക്സിങ് ടൈം, ചെറിയൊരു റിലാക്സിങ് ടൈമിന് കൂടിയിട്ട് നമ്മൾ സമയം കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കണം. അതുപോലെ നമ്മുടെ പ്രയോറിറ്റീസ് മനസ്സിലാക്കണം. അതായത് ചിലർക്ക് ഫിറ്റ്നസ് ഇമ്പോർട്ടൻ്റ് ആയിരിക്കും, അപ്പോൾ എക്സസൈസിന് മസ്റ്റായിട്ട് നമ്മൾ സമയം കണ്ടെത്തണം. ചിലർക്ക് വായനയായിരിക്കും ഇമ്പോർട്ടൻ്റ്, അപ്പോൾ അതിനുള്ള സമയം കണ്ടെത്തുക. അപ്പം ഓരോരുത്തർക്കും ഓരോ കാര്യങ്ങളായിരിക്കും. ചിലർക്ക് ഒരു ഹോബി ചെയ്യാനായിരിക്കും സമയം കണ്ടെത്തേണ്ടത്. അങ്ങനെ പല പ്രയോറിറ്റീസ് ഉണ്ടാവില്ല. ചിലർക്ക് കുട്ടികളെ പഠിപ്പിക്കാനുണ്ടാവും, അതിനധികം സമയം കൊടുക്കേണ്ടി വരും. ചില കുട്ടികൾക്ക് നമുക്ക് കൂടുതൽ അറ്റൻഷൻ കൊടുക്കേണ്ടി വരുമല്ലോ. അപ്പോൾ ഇതൊക്കെ അനുസരിച്ചിട്ട് നമ്മൾ നമ്മുടെ സമയം അലോക്കേറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ തന്നെ ഇത് നമ്മൾ തുടക്കക്കാരാണെങ്കിൽ ഇങ്ങനെ ഒരു ലിസ്റ്റ് എഴുതി വെച്ചിട്ട് വൈകുന്നേരം നമ്മൾ എന്തൊക്കെ ചെയ്തു എന്നുള്ളത് നമ്മൾ ജസ്റ്റ് ഒന്ന് ടിക്കിട്ട് പോവുക. അപ്പോൾ വൈകുന്നേരം ആകുമ്പോൾ മനസ്സിലാവും നമ്മൾ അന്ന് എഴുതി വെച്ചതിൽ എത്രമാത്രം നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റിയെന്ന്. എല്ലാ ദിവസവും ഇത് പ്രാക്ടീസ് ചെയ്യുക, എല്ലാ ദിവസവും ലിസ്റ്റ് എഴുതുക, എല്ലാ ദിവസവും ടിക്കിട്ട് വരിക. അപ്പോൾ ഓരോ ദിവസവും നമ്മൾ വൈകിട്ട് ടിക്കിടുമ്പോഴും നമ്മൾ എന്തൊക്കെ അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എന്നെല്ലാം നമുക്ക് മനസ്സിലാവും. അപ്പോൾ എന്തുകൊണ്ട് പറ്റിയില്ല എന്ന് നമ്മൾ ആലോചിക്കുമ്പോൾ നമ്മൾ എവിടെയെങ്കിലും സമയം വേസ്റ്റ് ചെയ്തിട്ടുണ്ടോ, നമുക്ക് എങ്ങനെ അത് മാനേജ് ചെയ്യാൻ പറ്റും, അതോ നമുക്ക് എന്തായാലും ഒരു എക്സസീവായിട്ട് പ്രഷറൈസ് ചെയ്ത് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് നമ്മുടെ ടു ഡു ലിസ്റ്റ് എപ്പോഴും സൂക്ഷിച്ച് തന്നെ വേണം കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. ഒരുപാട് ലിസ്റ്റിൽ കുത്തി നിറച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോഴും നമുക്ക് സ്ട്രെസ്ഡ് ഔട്ടാവും. അപ്പോൾ അതിനനുസരിച്ച് അത്യാവശ്യമുള്ള കാര്യങ്ങൾ എഴുതിയിട്ട് പ്രയോറിറ്റൈസ് ചെയ്തിട്ട് കൂടുതലും ചെയ്യാൻ വേണ്ടിയിട്ട് നോക്കുക. അപ്പോൾ ഇങ്ങനെ നമ്മൾ കുറച്ച് ടൈം മാനേജ് ചെയ്ത് ചെയ്യുവാണെങ്കിൽ ഒരു വർക്കിംഗ് മദറാണെങ്കിലും ഒരു വീട്ടിൽ തന്നെയുള്ള ഹൗസ് വൈഫ് ആണെങ്കിലും നമുക്ക് കാര്യങ്ങൾ എല്ലാം ഭംഗിയായിട്ട് എല്ലാം ഒരു മടിയില്ലാതെ സന്തോഷത്തോടു കൂടി ചെയ്തു തീർക്കാൻ പറ്റുന്നതാണ്. പിന്നെയുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ പ്ലാൻ ചെയ്ത പോലെ നടക്കണമെന്നില്ല കേട്ടോ. ചില ദിവസം നമ്മൾ വിചാരിക്കാത്ത എന്തെങ്കിലും അത്യാവശ്യങ്ങൾ വരും, വിചാരിക്കാത്ത ഗസ്റ്റ് വരും, അങ്ങനെ പല രീതിയിൽ വരുമല്ലോ. അപ്പോൾ എപ്പോഴും ഒരു സ്പേസ് നമ്മൾ ടൈം പ്ലാൻ ചെയ്യുമ്പോൾ ഇടുക. പിന്നെ ചില കാര്യങ്ങൾ നമ്മൾ എഴുതിയാലും നമുക്കത് ഇന്ന ദിവസം ചെയ്തില്ലെങ്കിലും നമുക്ക് അടുത്ത ദിവസം ചെയ്യാവുന്ന രീതിയിൽ ക്ലീനിങ് ഒക്കെ നമുക്ക് എപ്പോഴും അങ്ങനെ ചെയ്യാമല്ലോ. കൂടുതലും കുക്കിംഗ് ആണ്, നമുക്ക് അന്നന്നത്തെ ഫുഡ് നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ മാക്സിമം അത് മസ്റ്റായിട്ട് നമ്മൾ ചെയ്തു പോവുക. അപ്പോൾ എൻ്റെ അടുത്ത ജോലി എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിലുള്ള ഹാൻഡ് ബാഗ്സ് എല്ലാം ഒന്ന് ക്ലിയർ ചെയ്യുകയാണ്. അപ്പം ഇത് നമ്മൾ ഇടയ്ക്ക് ഒരു മന്ത്ലിയെങ്കിലും ചെയ്യുന്നത് നല്ലതാണ്, അല്ലെങ്കിൽ അപ്പോൾ നമ്മളത് ക്ലിയർ ചെയ്ത് പോകുന്നതല്ലാണ്. എനിക്ക് ആ ശീലം ഇല്ലാത്തതുകൊണ്ട് ഞാനത് ഒരു ദിവസം കിട്ടിയപ്പോൾ അങ്ങ് ചെയ്യുന്നതാണ്. അതായത് പല സാധനങ്ങളും നമ്മൾ പെട്ടെന്ന് ധൃതിയിൽ ബാഗിൽ തന്നെ വെക്കുമല്ലോ. അപ്പോൾ അതിൽ പല പേപ്പറും ചിലപ്പം മരുന്നുകൾ, അങ്ങനെ പല കാര്യങ്ങളുണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റി ബാഗ്സ് ഒന്ന് ക്ലിയർ ചെയ്യാന്നുള്ളതാണ്. അപ്പം ഞാൻ 2-3 ബാഗൊക്കെ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. നമുക്ക് ചുമ്മാ കാഷ്വലായിട്ട് ഇറങ്ങുമ്പോഴത്തേനും നമുക്ക് ചെറിയ സ്ലിംഗ് ബാഗ്സ് ഇടാനാണ് എനിക്കിഷ്ടം. പിന്നെ അതല്ല, നമ്മൾ ലുലു അങ്ങനത്തെ ഷോപ്പിംഗ് ഒക്കെ വരുമ്പോൾ ഞാനൊരു വലിയ ഹാൻഡ് ബാഗ് തന്നെ പിടിക്കും. കാരണം നമുക്ക് എന്തായാലും കുറച്ച് സാധനങ്ങൾ, ചെറിയ ചെറിയ ഐറ്റംസ് എല്ലാം നമുക്ക് നമ്മുടെ ബാഗിനകത്തോട്ട് ഇടുകയും ചെയ്യാമല്ലോ. പിന്നെ എന്തായാലും ലുലുവിൽ പോകുമ്പോൾ നമുക്ക് കവറുകൾ കൊണ്ടുപോകേണ്ടിയും വരും. അപ്പം ആ ഒരു വലിയ ബാഗാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ബാഗൊക്കെ ശരിക്കും നല്ല പോലെ ക്ലീൻ ചെയ്യാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ലോണ്ട്രി കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്ത് വെക്കുക. പിന്നെ ഈ ബാഗ്സ് എല്ലാം തന്നെ ആവശ്യമില്ലാത്ത സാധനങ്ങളൊക്കെ കളഞ്ഞ് ഡീക്ലട്ടറിങ് ചെയ്തിട്ട് ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളത് എൻ്റെ ടു ഡു ലിസ്റ്റിലെ ഒരു കാര്യമായിരുന്നു. അപ്പോൾ അതൊക്കെ ഞാൻ ഭംഗിയായി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അന്നത്തെ ജോലികളൊക്കെ മാക്സിമം എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കിച്ചൺ ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെയായിരുന്നു ആ ഒരു ദിവസത്തെ കുറച്ച് വിശേഷങ്ങൾ. പുതിയ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അതുവരേക്കും ബൈ.